ഏതെങ്കിലും ഒരു ജോത്സ്യം പറയുന്ന കേട്ട് മാത്രം ആരും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തരുത്. ജോത്സ്യൻ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ജോത്സ്യം പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി അച്ചുചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറയുന്ന എന്ത് ന്യായമോ? ഇതിലൊരു അന്യായവും ഇല്ല. ഈ വീടിന്റെ ദോഷം മാറ്റാനല്ലേ ജോത്സ്യം വരട്ടെ. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നാളെ തന്നെ ജോത്സ്യനോട് വരാൻ പറയണം. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ജോത്സ്യനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അർച്ചന, എഴുതി. അവളെ കരയിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? അവൾ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളാ. ഗർഭിണിയായ അവളുടെ മാനസിക നിലയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവളെ ഇങ്ങനെ അപമാനിച്ചു വിട്ടത്? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ എല്ലാരും കൂടി ഇപ്പൊ ഈ പറഞ്ഞത്? എനിക്കിത് സമ്മതിച്ചു തരാൻ പറ്റില്ല. അർച്ചനയെ അപമാനിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും പറഞ്ഞത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്? ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ആ കുഞ്ഞിനെ കുറിച്ചാ എല്ലാരും കൂടി വട്ടം കൂടി എന്ന് കുറ്റം പറഞ്ഞത്. അത് സഹിച്ച് അവളോട് നിൽക്കണമെന്നാണോ എല്ലാരും കൂടി പറയുന്നേ? ഇത് വളരെ ചീപ്പായി പോയച്ചാ. ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയായാലും അതൊട്ടും നല്ലതല്ല. ഈ വീട്ടിൽ മറ്റുള്ളവർ അനുഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എന്റെയും സ്നേഹയുടെയും കാര്യം പോട്ടെ, നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അതും ഞാൻ കണ്ടു നിൽക്കണോ? വയ്യ, അനുഭവിച്ചു മടുത്തു. അതുകൊണ്ടാ ജോത്സ്യനോട് വരാൻ പറഞ്ഞത്, അല്ലാതെ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനല്ല. അതിന് പിന്നിൽ ആരുടെയും ദുഷ്ടബുദ്ധിയില്ല. ഇതെന്റെ തീരുമാനമാണ്. ജോത്സ്യനോ സ്വാമിയോ പക്ഷിശാസ്ത്രക്കാരനോ ആര് വേണമെങ്കിലും വന്നോട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു ഫ്രോഡിനെ കൊണ്ടിരുത്തി അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറ്റക്കാരനാക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്കെങ്കിലും അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും വന്നാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല.